നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടർ പുഡിംഗ് ആണ് കേട്ടോ. നമ്മളിതിലേക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഏതെങ്കിലും ന്യൂട്രി ബിസ്ക്കറ്റ് കുറച്ച് എടുക്കുന്നുണ്ട്, ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സ് ഒന്ന് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് അളവിൽ മാത്രം തിളപ്പിച്ചാറിയ പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് പീനട്ട് ബട്ടർ ആണ് കേട്ടോ. 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവേ. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ആ ഒരു ബിസ്ക്കറ്റ് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് സോക്കാവുന്ന രീതിയിൽ ചെയ്തെടുക്കല്ലേ, നമുക്കൊന്ന് കുറച്ച് ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു ട്രെയിലേക്ക് ഒന്ന് നിരത്തി എടുത്തിട്ടുണ്ട്. അടുത്ത ലെയറിലേക്ക് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം, ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പീനട്ട് ബട്ടർ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കോഫിയുടെ മിക്സും കൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് എടുത്തിട്ട് നമ്മൾ നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും അടുത്ത ലെയറിലേക്ക് ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാം. ഇനി ഏറ്റവും ടോപ്പിലേക്ക് വീണ്ടും വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മിക്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു പീനട്ട് ബട്ടർ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം കേട്ടോ. ഞാൻ അവിടെ പിസ്താഷ്യാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് അധികമായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ആവാനായിട്ട് 2-3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് എടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്